താൻ മാരീഡ് അല്ലേ? ഇതൊക്കെ എന്തിനാ അറിയുന്നേ? നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ആക്ടർ അജ്മൽ അമീർ എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അജ്മലിനെ അറിയാലോ, ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ എന്ന പാട്ടിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ആളാണ് അജ്മൽ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മനസ്സിലേക്ക്. ഒരു ചോക്ലേറ്റ് ലുക്കുള്ള പയ്യനായതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഈ പറയുന്ന അജ്മലിന് ഒരുപാട് ഗേൾസ് ഫാൻസ് ഉണ്ടായിരുന്നു. വേനൽ പുഴയിൽ തെളിനീരിന് ശേഷം മാടമ്പി എന്ന സിനിമയിൽ ലാലേട്ടന്റെ അനിയനായി ഒരു മുഴുനീള കഥാപാത്രം കൂടി ചെയ്തതോടെ അജ്മൽ മലയാളികൾക്കിടയിൽ ഒരു ഫെമിലിയർ ഫേസ് ആയി മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് മലയാള സിനിമകളിലൊന്നും അഭിനയിച്ചില്ലെങ്കിൽ പോലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് പലപ്പോഴും വലിയ സിനിമകളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. എന്തായാലും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അജ്മലിന്റെ ചില കോൾ റെക്കോർഡുകൾ പുറത്തു വരുന്നത്. കോൾ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതന്നെ മറ്റേത് നല്ല ഒന്നാം തരം കമ്പി വർത്താനം. എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഈ കോൾ റെക്കോർഡുകളൊക്കെ പുറത്തു വരുന്നത്. എന്റെ കാസറ്റ് അറിയാലോ, അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന പയ്യന്റെ ഒരു പേജാണ്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇത്തരത്തിലുള്ള പല എക്സ്ക്ലൂസീവ് വാർത്തകളും പുറത്തു വിട്ട് ഫേമസ് ആയ പേജാണ് എന്റെ കാസറ്റ്. ബാംഗ്ലൂരിലെ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വിട്ടതോടെയാണ് എന്റെ കാസറ്റിനെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്റെ കാസറ്റിൽ ഒരു സ്റ്റോറി വരിക എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾ അത് അറിയുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം 3 ലക്ഷം ഒക്കെയാണ് ഇപ്പൊ എന്റെ കാസറ്റ് ഇടുന്ന സ്റ്റോറിയുടെ വ്യൂസ് എന്ന് പറയുന്നത്. അജ്മലിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ. എന്റെ കാസറ്റ് സ്റ്റോറി ഇട്ടു, അത് ഒരുപാട് പേര് റീഷെയർ ചെയ്തു. ഇനി ഈ സംഭവത്തെ കുറിച്ച് അറിയാത്തവരായി അധികം ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. പിന്നെ എന്തിനാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൾ റെക്കോർഡ് പുറത്ത് വന്ന സമയത്ത് ആദ്യമൊക്കെ അജ്മലിനെതിരെ നല്ല ഊക്കുകളും ട്രോളുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കുറെ ആളുകൾ അജ്മലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി. അജ്മൽ എന്ത് തെറ്റാണ് ചെയ്തത്? കോൾ റെക്കോർഡിൽ സംസാരിക്കുന്ന പെൺകുട്ടിയും നല്ല സാഹചര്യത്തിലാണല്ലോ സംസാരിച്ചത്, പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിൽ. അതിനിടയിൽ അജ്മലിന്റെ ഭാഗത്തു നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മറ്റു പല പെൺകുട്ടികളും രംഗത്ത് വരാൻ തുടങ്ങി. അജ്മലിനെ കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ തന്റെ അനുഭവങ്ങൾ പറഞ്ഞ് കമന്റ് ചെയ്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ രംഗത്ത് വന്നത്. സോ ഇതിന്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പൊ ആദ്യം നമുക്ക് അജ്മലിന്റേതെന്നും പറഞ്ഞ് പുറത്തു വന്ന ഓഡിയോ റെക്കോർഡ് ഒന്ന് കേട്ടോക്കാം. അപ്പൊ ഞാൻ എവിടെ നിൽക്കും? എവിടെ? താൻ മാരീഡ് അല്ലേ? ഇതൊക്കെ എന്തിനാ അറിയുന്നേ? നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് വൃത്തിയാക്കണ്ടായിരുന്നു മേലൊക്കൊന്നും. എന്തിന്? നിനക്ക് താഴെ ചപ്പി എടുക്കാനുള്ളല്ലേ? ഇല്ല, 2 ദിവസമായി. എന്തേ? ഞാൻ കുളിച്ചു. ഇന്ന് ബാത്തപ്പിൽ കിടക്കുമായിരുന്നു കുറെ നേരം. റോസ് വാട്ടർ 2 മണിക്കൂർ ബാത്തപ്പിൽ. ഇതാണ് ആദ്യം പുറത്തു വന്ന ഫോൺ സംഭാഷണം. ഇതെങ്ങനെയാണ് എന്റെ കാസറ്റിന് കിട്ടിയതെന്ന് അറിയില്ല. മേ ബി ആ പെൺകുട്ടി തന്നെ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തതാവും. അതിനാണ് സാധ്യത കൂടുതൽ അല്ലെ? എന്തായാലും അജ്മലും ആ പെൺകുട്ടിയും സംസാരിക്കുന്നതിന്റെ മുഴുവൻ ഭാഗമൊന്നും എന്റെ കാസറ്റ് പുറത്തു വിട്ടിട്ടില്ല. പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ കേട്ടത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പുറത്തു വന്നതോടെ അജ്മലിനെതിരെ ട്രോളുകളുടെ പൂരമായിരുന്നു. പക്ഷെ പതുക്കെ കുറച്ച് ആളുകൾ അജ്മലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. അജ്മൽ അമീർ മാത്രം കുറ്റക്കാരനാകുന്നില്ല, ആ പെണ്ണ് അവനോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. വിധേയായ പെൺകുട്ടി പരാതി നൽകാത്തിടത്തോളം കേസ് നിലനിൽക്കില്ല. കൂടാതെ ഇതൊരു 3ാം കക്ഷിയുടെ ആരോപണമാണ്. വിധേയായി എന്ന് ആരോപിക്കുന്ന വ്യക്തി ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഒരാൾ സ്പേസ് കൊടുക്കാതെ ആരും ടെക്സ്റ്റാറ്റ് ചെയ്യില്ല. ഇനിയിപ്പോ ആണെന്ന് കൂട്ടിക്കുക, ആ പെണ്ണിന് പരാതി ഉണ്ടോ? ആ പെണ്ണിന് തന്നെ ഐഡന്റിറ്റി പുറത്തു വിടാൻ പോലും താല്പര്യമില്ല. പിന്നെ എന്തിനാടോ? അവനോട് അങ്ങോട്ട് കാര്യത്തിന് പോയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വിട്ടിട്ട് ആത്മഹത്യ കൊള്ളുക ആണ് ആ യുവതി. സ്വകാര്യ സംഭാഷണം പുറത്തു വിട്ട് വലിയ കേമത്തരം പറഞ്ഞതിന് ലോജിക്ക് എന്താണാവോ? പിന്നെ 2 പേരും തമ്മിൽ ആദ്യം സംസാരിക്കുന്നത് ഇങ്ങനെയല്ലേ? അയാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? എന്തെങ്കിലും ആണും പെണ്ണും ചാറ്റ് ചെയ്ത് ആരാണ് പോസ്റ്റ് ചെയ്തത് എന്ന് പോലും അറിയാത്ത ചാറ്റ്. ഇതൊരുമാതിരി നാട്ടിലെ സദാചാര ആംഗളമാരെ പോലെ. ഇറ്റ്സ് ഒഫെൻസീവ് റെക്കോർഡ് ദ ഫോൺ ചാറ്റ് വിത്തൗട്ട് പെർമിഷൻ. ഹി ഹാസ് എ ഫാമിലി. വെൻ സംവൺ ഗോസ് തിങ്സ് ലൈക്ക് ദിസ് പ്ലീസ് മൈൻഡ് ദ സെന്റിമെന്റ്സ് ഓഫ് ഹിസ് വൈഫ്, ചിൽഡ്രൻ എക്സെട്ര. എന്തിനാണ് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചോർത്തി വാർത്തയാക്കുന്നത്? മറ്റുള്ളവരെ ഇങ്ങനെ അപമാനിക്കരുത്. അതിന് ശിക്ഷയായി നിങ്ങളെ ദൈവം നിങ്ങളുടെ കുടുംബത്തിന് മുന്നിൽ വെച്ച് നാണം കെടുത്തും, ശക്തമായി അപമാനിക്കും. നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനാവാത്ത ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. കണ്ടല്ലോ, ചില ആളുകൾ ഭയങ്കരമായി രോക്ഷം കൊള്ളുന്നുണ്ട്
തോന്നുന്നുണ്ട് അല്ലെ? സ്വകാര്യ സംഭാഷണം പുറത്തു വിടാൻ നാണമില്ല എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. അല്ല, ഈ സ്വകാര്യ സംഭാഷണം എങ്ങനെയാണ് പുറത്തു വന്നത്? ആ പെണ്ണ് തന്നെ പുറത്തു വിട്ടതായിരിക്കുമല്ലോ. മറ്റൊരാൾ ചോദിക്കുന്നത് ആ പെണ്ണ് അതിനനുസരിച്ച് നിന്ന് കൊടുത്തിട്ടല്ലേ എന്നാണ്. ശരിയാണ്, ഈ ഓഡിയോ റെക്കോർഡ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അജ്മലിന്റെ കമ്പി വർത്താനത്തിന് അതേ മൂഡിൽ തന്നെ ആ പെൺകുട്ടി നിന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നീ നല്ലോണം കുളിച്ച് വൃത്തിയായി നിൽക്ക്, എനിക്ക് അതും ഇതുമൊക്കെ ചെയ്യാനുള്ളതല്ലേ എന്ന് അജ്മൽ പറയുമ്പോൾ ഞാൻ 2 മണിക്കൂർ ബാത്ടബിൽ കിടന്നാണ് വരുന്നത് എന്നൊക്കെ ഈ പെൺകുട്ടി മറുപടി കൊടുക്കുന്നുണ്ട്. അജ്മൽ കമ്പി വർത്താനം പറയുമ്പോൾ ആ പെൺകുട്ടി തിരിച്ച് ചൂടാവുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അജ്മൽ ഈ പെൺകുട്ടിയോട് കളി ചോദിക്കുന്ന സമയത്ത് നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ ആ പെൺകുട്ടി അജ്മൽ അതേ മൂഡിൽ തന്നെ തിരിച്ച് സംസാരിച്ചതാകാം, പിന്നീട് അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ഓഡിയോ റെക്കോർഡ് പുറത്തു വിട്ടതാവാം, അല്ലെങ്കിൽ അജ്മലിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ആ മൂഡിൽ സംസാരിച്ചതാവാം, ഇവൻ ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടി അതേ മൂഡിൽ പിടിച്ചതാവാം. എന്തായാലും ഈ പെൺകുട്ടി ഒഫീഷ്യലി കംപ്ലൈന്റ് ഒന്നും കൊടുക്കാത്തിടത്തോളം പരസ്പരം സമ്മതത്തോടെയുള്ള 2 പേരുടെ സംസാരം എന്ന രീതിയിൽ ഈ ഓഡിയോ റെക്കോർഡിനെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അജ്മലിന്റെ കല്യാണം കഴിഞ്ഞതാണ്, അവനൊരു ഭാര്യയുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കരുത്. അജ്മൽ ഭാര്യയോടൊപ്പം ജയറാമിന്റെ മകളായിട്ടുള്ള മാളവികയുടെ കല്യാണത്തിന് പോയതിന്റെ ഒരു ദൃശ്യം ഞാൻ ഇവിടെ പ്ലേ ചെയ്യിപ്പിക്കാം. കണ്ടല്ലോ, ആളിപ്പോഴും ഭാര്യയുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ളപ്പോഴാണ് ഇമാതിരി കോഴി പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല പെണ്ണുങ്ങളോടുള്ള ഇയാളുടെ ഇത്തരത്തിലുള്ള സമീപനം ഒറ്റപ്പെട്ടതല്ല എന്നും കൂടെ എല്ലാവരും മനസ്സിലാക്കുക. പലർക്കും ഇയാളിൽ നിന്നും കമ്പി വർത്താനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കാം. ഹലോ, കുറേ ഉണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈൻറ്റ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആയിട്ടായിരുന്നു. എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നത്. കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജൊക്കെ അയച്ചു. ഐ തോട്ട് ഹി വാസ് ലൈക്ക് ജെനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസൻറ്റ് ലൈക്ക് എ നോർമൽ സ്റ്റഫ്. അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. വാനിഷ് മോഡ് യൂസ് ചെയ്തു. എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഐ മെറ്റ് ഹിം വൺസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് ഗോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി when he texted me, I told that ഞാനിവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട്, കളമശ്ശേരി. ആൻഡ് he came to there in his white Jaguar. ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾഡ് ഹിം ലൈക്ക് കം ഔട്ട് ടുവേർഡ്സ് ദ ഇഷ്യൂ. അപ്പോൾ ഹി വാസ് ലൈക്ക് ഇല്ല ആളുകളൊക്കെ പുള്ളിനെ കണ്ടുപിടിക്കും, get into the car, we'll go for a ride. അങ്ങനെ എന്നിട്ട് സംസാരിച്ചു. കാറിൽ കയറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു. സംസാരിച്ചു കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പുള്ളി ഒരു 2 മണി 3 മണിക്കൊക്കെ വിളിക്കും. എന്നിട്ട് ഒരുമാതിരി ഒരു സെക്ഷൽ ടോക്ക് പോലെ സംസാരിച്ചു. ഓക്കെ, കേട്ടല്ലോ, ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവമാണിത്. അതായത് ഇത് ആശാന്റെ സ്ഥിരം പരിപാടിയാണെന്ന് അർത്ഥം. കണ്ട പെൺകുട്ടികൾക്കൊക്കെ മെസ്സേജ് അയക്കുക, പതുക്കെ സെക്സ് ചാറ്റിലേക്ക് കടക്കുക, ശേഷം കളി തരുമെന്ന് ചോദിക്കുക. എന്നിട്ട് ഈ പെൺകുട്ടികൾ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, നിനക്ക് ഭാര്യയില്ലേ എന്നൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയണ്ട, നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്നേ എന്നാണ് ആശാന്റെ തിരിച്ചുള്ള മറുപടി. കഴിഞ്ഞില്ല, അജ്മലിൽ നിന്നും ഇത്തരം പെരുമാറ്റങ്ങൾ നേരിടേണ്ടി വന്ന ചില പെൺകുട്ടികളുടെ കമന്റുകൾ ഞാൻ ഒന്ന് വായിച്ചുതരാം. ദിസ് ഗായ് വാസ് ബംബിൾ മാച്ച് ഇൻ 2020 Chennai and I was like 22 or 23-year-old and he did a video call with me too. Same thing, asked me out at midnight to some hotel rooms that he was staying in, but I declined it, never met him. ഓക്കെ, ബംബിൾ എന്ന് പറഞ്ഞ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ഏതോ പെൺകുട്ടിയോട് ഇവൻ വീഡിയോ കോൾ ചെയ്ത് ഹോട്ടൽ റൂമിലേക്ക് വരുമോ എന്ന് ചോദിച്ചെന്നൊക്കെയാണ് പറയുന്നത്. 2020 ചെന്നൈയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി അടുത്ത കമന്റ് വായിച്ചു നോക്കാം. ഫൈനലി വാസ് വെയിറ്റിംഗ് ടു സീ someone exposing him. He is a very desperate person I have ever seen in my life. The real playboy. Met him in a public place in Chennai 7 years back. Was very irritating from then. Begged to meet him in private but never gave a chance to meet. Blocked his number and he even tried to misbehave with a friend of mine and she reacted. And trusted me, if he sees a girl he will definitely give it a try. Okay, ഒരു പെൺകുട്ടിയെ കണ്ടാൽ ഇവൻ വെറുതെ വിടില്ല, എങ്ങനെയാലും അവളെ വളച്ച് ഒരു കളി കിട്ടാൻ ശ്രമിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഈ പെൺകുട്ടിക്കും ചെന്നൈയിൽ വെച്ചാണ് അജ്മലിൽ നിന്ന് മോശം അനുഭവം നേരിട്ടത്. ചെന്നൈയാണ് ആശാന്റെ കളിനിലം എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ആശാന്റെ കളികളൊന്നും ഇത്രയും കാലം കേരളത്തിൽ വലിയ വാർത്തയൊന്നും ആവാതിരുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നാണല്ലോ. വൈകിയാണെങ്കിലും എല്ലാവരും എല്ലാം അറിഞ്ഞല്ലോ, നല്ല കാര്യം. എന്തായാലും നമ്മൾ ആദ്യം കേട്ട ഓഡിയോ റെക്കോർഡ്
റെക്കോർഡിംഗ്. തിരിച്ചും ആ പെൺകുട്ടി നല്ല കമ്പി മൂഡിൽ അജ്മലിനോട് സംസാരിക്കുന്നുണ്ടല്ലോ. അജ്മൽ മാത്രമല്ലല്ലോ ഇവിടെ തെറ്റുകാരൻ എന്ന് സംസാരിച്ചവർക്കുള്ള മറുപടി ആയെന്ന് വിചാരിക്കുന്നു. പല പെൺകുട്ടികളും ചിലപ്പോൾ ഇവനെ വളഞ്ഞിട്ടുണ്ടാകും. പരസ്പര സമ്മതത്തോടെ ആകും എല്ലാം നടന്നത്. പക്ഷെ അതിൽപ്പെട്ട ഒരൊറ്റ പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ തീർന്നില്ലേ? ഇവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സംസാരിച്ച് അധികമാകുന്നതിന് മുമ്പ് തന്നെ ഇവൻ നേരെ കളി ചോദിക്കും. എല്ലാ പെൺകുട്ടികളും ഇതൊക്കെ തമാശ എടുക്കുമെന്നാണ് അവന് കരുതി വെച്ചേക്കുന്നത്. ഇവന്റെ ലുക്ക് കണ്ട് എല്ലാ പെൺകുട്ടികളും ചെന്ന് ചാടി കൊടുക്കുമെന്നാണ് അവൻ കരുതിയത്. ഒരിക്കലുമില്ല. എല്ലാ പെൺകുട്ടികളും അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അണ്ണൻ എക്സ്പോസ്ഡ് ആയത്. ഇങ്ങനെ നാണം കെട്ടത്. എന്തായാലും അതിനിടയിൽ ഇവന്റെ ഒരു പഴയ ഇന്റർവ്യൂ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. ഈ സന്ദർഭത്തിൽ നിങ്ങളും അതൊന്ന് കാണണമെന്ന് തോന്നി. അതും കൂടി കണ്ട് നമുക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വലിയ ആ ഒരു സമയം വേറൊരു മൂഡായിരുന്നു. റിലേഷൻഷിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താ അങ്ങോട്ടൊക്കെ നോക്കണേ? നിനക്കിപ്പോ എത്ര റിലേഷൻഷിപ്സ് ഉണ്ട് അത് പറഞ്ഞേ? മമ്മി ഡാഡി കൂടെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് റിലേഷൻഷിപ്സ് ഒന്നും ഇല്ല. എന്താണ് എങ്ങനെ അടുക്കളല്ല സത്യം ഒറ്റയ്ക്ക് വാഴ കല്യാണം നടത്താൻ പറ്റില്ല, ആരെങ്കിലൊക്കെ വേണ്ടേ? അപ്പൊ റിലേഷൻഷിപ്പ് ടേപ്പ് കഥ അങ്ങനത്തെ ഒന്നും ഇല്ല. അടിപൊളി. ചേച്ചി ഭയങ്കര ലക്കി. നിഷ്കളങ്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലേ? ലവ് ലെറ്റേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറെ മൂഡിലായിരുന്നു എന്നൊക്കെ. ആരാണ് ഈ പറയുന്നത് നോക്കണം. 24 മണിക്കൂർ പെൺകുട്ടികളുടെ പിറകെ ഒലിപ്പിച്ച് നടക്കുന്ന ആളാണ്. ലവ് ലെറ്റേഴ്സ് ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ. വിശ്വസിച്ച് മോനെ, വിശ്വസിച്ച്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അജ്മലിന്റെ കൂടുതൽ ലീലാവിലാസങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്. എന്താവുമോ എന്തോ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.